ആരോഗ്യം അമൂല്യം. തലവേദന, ഇതേക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് സീനിയർ മെഡിക്കൽ ഓഫീസറും ഹോമിയോപ്പതി വകുപ്പ് റിട്ടയർഡ് DMOയുമായ ഡോക്ടർ ആനി TA. തലവേദന തലയുടെ മാത്രം വേദനയല്ല. കീറാമുട്ടിയായ ഏതൊരു പ്രശ്നവും നമുക്ക് തലവേദനയാണ്. തലവേദന ഒരു രോഗലക്ഷണമാണ്. നിസ്സാരമായ കാരണങ്ങൾ മുതൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ തലവേദനയ്ക്ക് കാരണമാകാം. ഇന്റർനാഷണൽ ഹെഡേക്ക് ഫൗണ്ടേഷന്റെ കണക്കനുസരിച്ച് തലവേദനയ്ക്ക് 150ഓളം കാരണങ്ങൾ ആവാം. അതിൽ 99% നിസ്സാരമായ പ്രശ്നങ്ങളായിരിക്കും. എന്നിരുന്നാലും ആവർത്തിച്ചു വരുന്ന തലവേദനയെ നിസ്സാരമായി കാണരുത്. സ്വയം ചികിത്സിക്കുകയും അരുത്. തലവേദനകളിൽ ഏറ്റവും കാഠിന്യമേറിയതും സാധാരണ കാണുന്നതുമായ ഒന്നാണ് മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത്. ആവർത്തിച്ചു വരുന്നതുകൊണ്ട് മൈഗ്രെയിൻ ചികിത്സിച്ച് നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട്. സ്ത്രീകളിലാണ് മൈഗ്രെയിൻ കൂടുതലായി കണ്ടുവരുന്നത്. 80% രോഗികളിലും രോഗം 30 വയസ്സിന് മുമ്പ് ആരംഭിച്ചിരിക്കും. ഭൂരിഭാഗം സ്ത്രീകളിലും ഇതിന് ആർത്തവവുമായി ബന്ധമുണ്ടായിരിക്കും. മെനോപോസ് ആകുന്നതോടെ മൈഗ്രെയിൻ്റെ കാഠിന്യം കുറഞ്ഞു വരുന്നു. അപൂർവം സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിനു ശേഷവും മൈഗ്രെയിൻ കാഠിന്യത്തോടെ ആവർത്തിക്കാറുണ്ട്. ഗർഭകാലത്ത് മൈഗ്രെയിൻ തലവേദന ശക്തി കുറയുമെങ്കിലും അപൂർവമായി സങ്കീർണമാകാറുണ്ട്. മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങൾ: ദിവസങ്ങളോ ആഴ്ചകളോ ഇടവിട്ടുള്ള തലവേദന, തലയുടെ ഒരു വശത്തോ ഇരുവശത്തോ കണ്ണിനു ചുറ്റുമായോ വരുന്ന വിങ്ങൽ, നെറ്റിയുടെ ഇരുവശത്തുമുള്ള വിങ്ങൽ, നെറ്റിയുടെ ഇരുവശത്തും രക്തക്കുഴൽ ശക്തിയായി സ്പന്ദിക്കുക, നടക്കുമ്പോൾ അല്ലെങ്കിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ശരീരം കുലുങ്ങുമ്പോൾ ശക്തമായ തലവേദന, തലവേദനയ്ക്കൊപ്പം ഓക്കാനം, ഛർദിച്ച ശേഷം തലവേദനയ്ക്ക് ആശ്വാസം, ഉറങ്ങി എണീറ്റാൽ തലവേദനയ്ക്ക് ആശ്വാസം, ശബ്ദവും വെളിച്ചവും ഒഴിവാക്കി ഇരുട്ടുമുറിയിൽ കിടന്നുറങ്ങാനുള്ള താൽപ്പര്യം, ഇവയെല്ലാം മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങളാണ്. ബേസിലാർ മൈഗ്രെയിനിൽ കാഴ്ചയ്ക്ക് മങ്ങൽ, തലകറക്കം, ബാലൻസ് തെറ്റുക, സംസാരത്തിൽ കുഴച്ചൽ, കൈകാലുകൾക്ക് പെരുപ്പ് ഇവയും കാണാം. കുട്ടികളിൽ കാര്യമായ തലവേദന ഇല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വയറുവേദന, ഛർദി, ബാലൻസ് നഷ്ടപ്പെടുക, തളർച്ച എന്നിങ്ങനെയും മൈഗ്രെയിൻ പ്രകടമാകാം. ഉറക്കവും മൈഗ്രെയിനുമായി ബന്ധമുണ്ട്. ഉറക്കക്കുറവ് മൈഗ്രെയിന് കാരണമാകാം. പരീക്ഷയ്ക്ക് ഉറക്കമൊഴിഞ്ഞു പഠിക്കുമ്പോഴും ഷിഫ്റ്റ് ജോലിക്കാരിലും മൈഗ്രെയിൻ സാധ്യത കൂടുതലാണ്. മൈഗ്രെയിൻ്റെ ഉദ്ദീപന ഘടകങ്ങൾ കണ്ടെത്തി അവ ഒഴിവാക്കിയാൽ മരുന്നില്ലാതെ തന്നെ മൈഗ്രെയിൻ നിയന്ത്രണ വിധേയമാക്കാം. മൈഗ്രെയിന് കാരണമാകുന്ന ഘടകങ്ങൾ കണ്ടെത്തി അവ കഴിയുന്നത്ര ഒഴിവാക്കി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രായോഗിക രീതി. കൃത്യമായ ദിനചര്യ, ഉറങ്ങാനും ഉണരാനും പാലിക്കുക, അസമയങ്ങളിലെ ഭക്ഷണം ഒഴിവാക്കുക, യോഗ, ധ്യാനം എന്നിവ പരിശീലിക്കുന്നത് രോഗം നിയന്ത്രിക്കാൻ സഹായകമാകും. ഇതുകൂടാതെ വേറെ പല കാരണങ്ങൾ കൊണ്ട് തലവേദന വരാം. തലവേദനയോടൊപ്പം പനി, ശരീരം വിറയൽ, മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, ഛർദി, വയറിളക്കം, ഇവ ഫ്ലൂ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഇവയിൽ ഏതെങ്കിലും ആകാം. കണ്ണിനു ചുറ്റും ഞെരുക്കം, ശക്തമായ മൂക്കൊലിപ്പ്, കഫക്കെട്ട് ഇവയെല്ലാം സൈനുസൈറ്റിസ് മൂലമാകാം. വായനയ്ക്ക് ശേഷവും TV, കമ്പ്യൂട്ടറിൽ നോക്കിയ ശേഷവും കൂടുന്ന തലവേദനയാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട തകരാറാകാം. കൈകാലുകളിൽ തരിപ്പും അമിത രക്തസമ്മർദ്ദവും തലച്ചോറിലെ രക്തസ്രാവം സ്ട്രോക്കിൻ്റെ ആരംഭം ആകാം. അടുത്ത കാലത്ത് വീഴുകയോ തലയ്ക്ക് ക്ഷതമേൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്ഡ്യൂറൽ ഹെമറ്റോമ പോലുള്ള അവസ്ഥയാണോ എന്ന് പരിശോധിക്കണം. അപൂർവമായി തലയ്ക്കുള്ളിലെ ട്യൂമർ, ഗ്ലയോമയിലും ആവർത്തിച്ച് വരുന്ന തലവേദന കാണാറുണ്ട്. തലവേദന, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആനി TA.